ഹായ് പ്രഷരെ, ഇന്ന് നമ്മൾക്കൊപ്പം ഉള്ളത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട റിയാസ് ചേട്ടനാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ലുക്കിൽ തന്നെ ഒരുപാട് പ്രത്യേകതയല്ല, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന വർക്കൗട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു രൂപത്തിലാണ്. ചേട്ടാ സ്വാഗതം. നമസ്കാരം, സ്വാഗതം. ഓക്കെ, നമ്മൾ രാവിലെ ജിമ്മിലൊക്കെ ഒന്ന് കറങ്ങി നെടുവന്നിരുന്നു. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? അപ്പോൾ പകൽ രാത്രിയെല്ലാം ഷൂട്ട്, പകൽ ഉറക്കം, റെസ്റ്റ് ഇതൊക്കെ ആണല്ലേ? റെസ്റ്റ് അങ്ങനെ എനിക്ക് റെസ്റ്റ് ഒന്നുമില്ല. ഞാൻ ആക്ച്വലി അതിരാവിലെ എന്ന് വെച്ചാൽ അതിരാവിലെ എഴുന്നേൽക്കുന്ന ഒരാളാണ്. എത്ര താമസിച്ചായിരുന്നാലും അതിരാവിലെ എണീക്കും. അത് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു സാധനം ചെയ്യുമ്പോഴാണ് അതിൻ്റെ നമ്മളിങ്ങനെ തോന്നുന്നത്. ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഞാനത് ചെയ്യണം. അപ്പോൾ അതെൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാണ് അതിരാവിലെ എഴുന്നേറ്റ് അതിരാവിലെ. അപ്പോൾ ഞാൻ ചോദിക്കും എന്തുകൊണ്ട് എഴുന്നേറ്റൂടാ അതിരാവിലെ. അപ്പോൾ എൻ്റെ ജീവിതം തുടങ്ങുന്നത് 4 മണിക്കാണ്. 4 മണിക്ക് തുടങ്ങിയാൽ അതിങ്ങനെ പോകും. അപ്പോൾ പിന്നെ ഇനി വന്ന് കിടന്നാലും ഇനി ഇപ്പം ഷൂട്ടിംഗ് അതിരാവിലെ 5 മണിക്ക് തീർന്നിട്ട് വരുവാണെങ്കിലും വന്നൊന്ന് കിടന്നാലും ഞാൻ ഉച്ചവരെ ഉറങ്ങാൻ പറ്റില്ല എനിക്ക്. നേരത്തെ ഈ പ്രോസസ്സ് ഉള്ളാറുണ്ട്, മൈൻഡ് നേരത്തെ എഴുന്നേക്കും. പിന്നെ ഈ 4 മണിക്ക് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്ന കാരണം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാം നേരത്തെയാണ്, എല്ലാം വളരെ നേരത്തെയാണ്. 6 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും, 8 മണിയാകുമ്പോൾ വേറൊരു സ്നാക്സ് ആവും, പിന്നെ 11 മണിയാകുമ്പോൾ വേറൊരു സാലഡ് ആവും, പിന്നെ ഉച്ചയ്ക്ക് 12 1 മണിക്കകത്ത് ലഞ്ചായി പോകും, പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും വേറൊരു സ്നാക്ക് ആയി പോകും, പിന്നെ ഡിന്നറൊക്കെ 7 മണിയാകുമ്പോൾ കഴിയണ്ടേ. ഈ അടി ഇടിയൊക്കെ ആയിട്ട് നടക്കുന്ന ആൾ ശരിക്കും പ്രേമിച്ച് വിവാഹം കഴിച്ചാണെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പലർക്കും അറിയത്തില്ല അല്ലേ? ശരിക്കും അങ്ങനെ ആയിരുന്നു? ഒരു കുറച്ച് വിപ്ലവമൊക്കെ ആയിരുന്നല്ലോ നിങ്ങളുടെ കല്യാണം? ആണ്, ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. വൈഫ് ബ്രാഹ്മൺ, ഞാൻ മുസ്ലിം ആയിരുന്നു. ശരി, ഇതെങ്ങനെ കോളേജ് സമയത്താണോ അതോ? വൈഫ് എൻ്റെ സിസ്റ്ററിൻ്റെ ക്ലാസ്മേറ്റാണ്. വൈഫും സിസ്റ്ററുമാണ് ഫ്രണ്ട്സ്. ഓക്കെ. അപ്പോൾ സിസ്റ്ററിൻ്റെ ഇവർ രണ്ടുപേരും ചെറുപ്പം മുതലേ ഒരേ ക്ലാസ്, ഒരേ സ്കൂള്, ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഇത് ചെറുപ്പം മുതലേ ലവ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഈ പേര് എനിക്ക് പരിചയമുള്ള പേരാണ്. ഉമ്മ എന്നുള്ള പേര് പക്ഷേ സിസ്റ്ററിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് എപ്പോഴും, ഈ ബെസ്റ്റ് ഫ്രണ്ട് ആകുമ്പോൾ എപ്പോഴും ഒരു ആളുടെ പേര് വീട്ടിൽ വരുമല്ലോ. ഓക്കെ, ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബോബി എന്ന് വെച്ചോ. ഈ ബോബി എന്ന് പറഞ്ഞ വാക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കും. വീട്ടുകാർക്കെല്ലാം അറിയാം, എടാ ബോബി ചെയ്യണ്ട, ഇല്ല മമ്മി ബോബി അങ്ങനെ, ഞാൻ ബോബിനോട് സിനിമയ്ക്ക് പോകുന്നു, ഞാൻ ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ ബോബിനോട് ഞാൻ അവിടെ പോകുന്നു, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു പേരാണ് ഉമ്മ. അപ്പോൾ സിസ്റ്ററിൻ്റെ ഏത് ഇതുണ്ടായാലും ഈ ഉമ്മ ചാടിക്കയറി വരും. അപ്പോൾ ഈ പേരും ഈ ആളെയും എനിക്ക് ഭയങ്കര നേരത്തെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉമ്മയെ കാണുന്നത് ഇവരൊക്കെ 10th കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അതുവരെ പേരറിയാം, ഇന്നാളെന്നറിയാം. സോ ഇത് മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ സ്ട്രൈക്ക് ആയി കിടക്കുകയാണ്. ഇപ്പം അത് കഴിഞ്ഞ് കണ്ടപ്പോഴും പ്രേമൊന്നുമില്ല. ഉമ്മയുടെ ബാക്ക്ഗ്രൗണ്ടും തമിഴ്നാട്ടിലെ വലിയ ഫിലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ഉമ്മയുടെ ഫാദർ ഭയങ്കര വലിയ മ്യൂസീഷ്യനാണ്. നമ്മളെ ഹിന്ദിയിൽ ആർ.ഡി. ബർമൻ എന്ന് പറയും, അതേപോലെ തമിഴ്നാട്ടിൽ ഓക്കെ കാമേഷ് രാജാമണി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ മ്യൂസീഷ്യൻസാണ്. അപ്പോൾ ഉമ്മയുടെ ഫാദറിൻ്റെ അടുത്തായിരുന്നു ഗംഗാമരൻ സാർ, ഇളയരാജ സാറൊക്കെ കുറേ മ്യൂസിക്കായിട്ട് കുറേ ബന്ധപ്പെട്ട ആളാണ്. അങ്ങനെ ഉമ്മ ഒരു ഫിലിമിൻ്റെ ഓഡിഷൻ വന്നപ്പോൾ ഞാനും ആ ഫിലിമിൻ്റെ ഓഡിഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ലവിൻ്റെ ഫസ്റ്റ് ഹുക്ക് സ്റ്റാർട്ടാണ്. എല്ലാവരും സ്കൂളിൽ പഠിക്കുമ്പോഴോ പിന്നെ സിസ്റ്ററോട് ഞാൻ 10+1 +2 ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നുമല്ല, അവിടെ വെച്ചാണ് ജസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെയായിരുന്നു. പക്ഷെ ആ പടം നിന്നുപോയി, ഞങ്ങൾ ടേക്ക് ഓഫ് ആയി പോയി. ശരി, അവിടുന്ന് പിന്നെ മുന്നോട്ട് പോയി പ്രേമം മുന്നോട്ട് പോയി. ആ പടം നടന്നില്ല കേട്ടോ. ആ പടം നടന്നില്ല, ആ പടം അങ്ങനെ പോയി. അപ്പം ആ സമയത്തൊക്കെ സിനിമയിലേക്ക് വന്നല്ലേ? സിനിമയിലാണ്? അല്ല, ഇതൊക്കെ അതിനേക്കാളും മുമ്പാണ്. അല്ല, ഞാൻ പറഞ്ഞല്ല, പിന്നാണ് ചേട്ടൻ സിനിമയിലേക്ക്. ഇത് അതിനേക്കാളും മുമ്പാണ്. ഞാൻ ഒരു 6 വർഷം അമേരിക്കയിലായിരുന്നു. ഓക്കെ, അമേരിക്കയിലായിരുന്നു. അത് കഴിഞ്ഞ് അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയതാണ്. അല്ലാതെ ഇന്നത് പഠിച്ചിട്ട് അഭിനയം ആരോ അങ്ങനെയല്ല, ആക്ടറാണോ എന്നായിരുന്നു. ബൈ പ്രൊഫഷൻ ഞാൻ ആക്ടറാണ്. സോ അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്കിന് വന്നു പോകും. അപ്പോൾ ഈ ഫോട്ടോഷൂട്ടും ഇതൊക്കെ കാണും. സോ അങ്ങനെ വന്നു പോയപ്പോൾ ഉണ്ടായതാണത്. ഓക്കെ, പിന്നീടാണ് ഫസ്റ്റ് ഫിലിം കിട്ടിയത്. ഫസ്റ്റ് ഫിലിം തെലുങ്കിലായിരുന്നു. കോടി രാമകൃഷ്ണ എന്ന് പറഞ്ഞ വലിയൊരു ഡയറക്ടറാണ്. ഇപ്പം ഇല്ല, പുള്ളി റീസെൻ്റായിട്ട് നമുക്കിപ്പോൾ എല്ലാവർക്കും പരിചയമുള്ള പേരാണ് അത്. പുള്ളി പോയി. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ ഓഡിഷനും കാര്യങ്ങളും അത് ചെയ്തുകൊണ്ട്
ഈ ഫിലിം ഇൻഡസ്ട്രി മൊത്തം ചെന്നൈയിലായിരുന്നു. അതെ, ആ സമയത്ത് ചെന്നൈ ആണല്ലോ ആസ്ഥാനം. എൻ്റെ കരിയർ തുടങ്ങിയപ്പോൾ ചെന്നൈയിലായിരുന്നു. എൻ്റെ കരിയർ തുടങ്ങിയ 10-15 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ അവരുടെ സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ മാറിപ്പോയി. ബട്ട് എൻ്റെ കരിയർ സ്റ്റാർട്ടിങ്ങിൽ ഫുൾ ഇൻഡസ്ട്രി വാസ് ഇൻ ചെന്നൈ. ലാബും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഡാൻസേഴ്സ് വരണമെങ്കിൽ ചെന്നൈയിൽ നിന്ന് വരണം, ഫൈറ്റേഴ്സ് വരണമെങ്കിൽ ചെന്നൈ വരണം. യൂണിയൻ അവിടെയാണ്, അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യൻ്റെ മെയിൻ യൂണിയൻ അവിടെയാണ്. സോ അങ്ങനെയുള്ളപ്പോൾ എല്ലാ സ്റ്റേറ്റുകളുടെ പ്രൊഡക്ഷൻ കമ്പനി എല്ലാം അടുത്തടുത്താണ്. അങ്ങനെ അവിടെ കണ്ടപ്പോഴാണ് ബാലേന്ദ്ര മേനോൻ സാർ സുഖം സുഖകരം എന്നൊരു പടം എടുക്കുന്നു മലയാളത്തിൽ. അങ്ങനെ ഇവിടെ വന്നത്. അതാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ. അതാണ് ആക്ച്വലി പറഞ്ഞത്, അതാണ് ആദ്യത്തെ സിനിമ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിലായതുകൊണ്ട് ഫസ്റ്റ് ഫിലിം തെലുങ്ക് ആയതുകൊണ്ട് പിന്നെ ബാക്കി എല്ലാം ഞാൻ തെലുങ്കും തമിഴും ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് പിന്നെ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് AR മുരുകദാസിൻ്റെ ഒക്കെ കാരിയർ. ഫസ്റ്റ് പടം ദീനായിരുന്നു, സെക്കൻഡ് പടം രമണയായിരുന്നു. രമണയിൽ വിജയകാന്ത് സാറും ഞാനും അഭിനയിച്ച ആ പടം 50th ഡേയോ 60th ഡേയോ എന്തോ കഴിഞ്ഞ് ആ സിനിമ കണ്ടിട്ടാണ് ബാലേട്ടനിൽ കാസ്റ്റ് ആണ്. ഓക്കെ, ബാലേട്ടനൊക്കെ നമ്മൾ ലാലേട്ടൻ എന്ന എല്ലാ സ്നേഹത്തോടെ വിളിക്കുന്നത്. ലാലേട്ടൻ്റെ മുഖത്ത് നോക്കി കോട്ടട ബാലേട്ട, അവിടെ മുതലാണ് റിയാസ് ഖാൻ എന്ന നടൻ മലയാളത്തിൽ അല്ലേ. പക്ഷെ അത് ഭയങ്കര ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു അല്ലേ. മൈൽ സ്റ്റോൺ ആണ് അത് എന്താണെന്ന് വെച്ചാൽ ആ മൈൽ സ്റ്റോൺ ഇനിയും വെട്ടിക്കാൻ പറ്റാത്ത കാരണം അത് മൗണ്ട് എവറസ്റ്റ് പോലെ ആയിപ്പോയി. ഇനി എവറസ്റ്റിന് മുകളിൽ പൊക്കമില്ല. അതാണ് വലിയ പാട്. സോ ഇനി എന്തെങ്കിലുമൊക്കെ വരണമെങ്കിൽ ബാലേട്ടൻ 2 വരണം. അതെ, ശരിയാണ്. പക്ഷെ അതുവരെ നമ്മൾ കണ്ട വില്ലന്മാർ ഒരു മാനർസോ അല്ലെങ്കിൽ നമ്മൾ കാരണം ഭയങ്കര സുന്ദരനായ ബോഡി ബിൽഡർ. അതെന്താണെന്ന് വെച്ചാൽ അറിയോ, ഈ VM-വിനും ഇവരൊക്കെ വില്ലനെ വേണ്ട. ഓ ശരിയാ, അവർക്ക് വേണ്ട, അവർക്ക് ഇങ്ങനത്തെ ഒരു രൂപമുള്ള ആളെ മതി. അതുകൊണ്ട് അവരവിടെയാണ് ബ്രേക്കിംഗ് പോയിന്റ് വെച്ചത്. അങ്ങനെയാണ് ഞാൻ അകത്ത് വരണത്. ഓക്കെ, അവർക്ക് വില്ലൻ്റെ അതായത് സിനിമയിൽ നമ്മൾ ഒരിക്കലും സിനിമയിൽ വില്ലൻ അങ്ങനെ ഇല്ല. എല്ലാവരും ആക്ടേഴ്സാണ്, അവരത് പെർഫോം ചെയ്യാനാണ്. സോ നമ്മൾ അങ്ങനത്തെ ഒരാളെ കണ്ടെത്തുന്നു. പക്ഷെ അവർക്ക് അവരുടെ സ്ക്രിപ്റ്റ് അങ്ങനത്തെ ഒരാൾ വേണ്ട, അങ്ങനത്തെ രൂപമുള്ള ആളെ വേണ്ട. സോ അതായിരുന്നു ബ്രേക്കിംഗ് പോയിന്റ് അവിടെ. ദിലീപേട്ടൻ്റെ സൗഹൃദം പറഞ്ഞപ്പോൾ എനിക്കറിയാം, നിങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയാലും മുതലേ അറിയാം. അപ്പോൾ ദിലീപൻ്റെ ഒരു ജീവിതത്തിൽ ഭയങ്കര കഷ്ട സമയം വന്നപ്പം നമ്മൾ ഈ വീണ് കിടന്നവനെ ചവിട്ടാൻ ഒരു സംഭവം എല്ലാ കാലത്തും ഉള്ളതാണ്, ഹ്യൂമൻ ടെൻഡൻസി. അതെ, പക്ഷേ അന്നും അതിന് ശേഷമായാലും ഒരു സാഹചര്യം അന്ന് ചിലൻ തുറന്നു പറയാൻ പറഞ്ഞു, അവൻ്റെ സുഹൃത്താന്ന് പോലും തുറന്നു പറയാൻ മടിച്ചെടുത്താണ് ദിലീപേട്ടന് വേണ്ടി സംസാരിച്ചത്. അല്ലെങ്കിൽ ദിലീപേട്ടൻ എൻ്റെ സുഹൃത്ത് തന്നെയാണ്, അങ്ങനെ ഒരു വോയിസ് തുറന്നു പറഞ്ഞ ഒരാളിൽ അങ്ങനെ 2-3 കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അതിനകത്ത് ഒരാളായിരുന്നു ചേട്ടൻ. അപ്പോൾ അത്രത്തോളം നിങ്ങളുടെ ഒരു ബോണ്ട് അല്ലെങ്കിൽ ആ മനുഷ്യനെ അറിയാമെന്നുള്ളതായിരുന്നോ? നാച്ചുറൽ അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ ഫ്രണ്ടാണ്. പിന്നെ അവിടെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഓക്കെ, പിന്നെ ഉണ്ടല്ലോ കോടതിയും കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യട്ടെ. പക്ഷേ ഹൂസ് മൈ ഫ്രണ്ട്, ദിലീപ് ഇസ് മൈ ഫ്രണ്ട്, ഈസ് എ ഫ്രണ്ട്, എപ്പോഴും ഫ്രണ്ടായിരിക്കും. അതിന് മാറ്റമില്ല. വന്നു കഴിഞ്ഞ് ഫസ്റ്റ് ഷൂട്ടിംഗ് ഗോകുലം പാർക്കിൽ ചെന്നൈ സ്റ്റുഡിയോസിലായിരുന്നു. അപ്പോഴും ഞാൻ കൂടെ ഉണ്ടായിരുന്നു, കാണാൻ പോയി. അതെപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഫ്രണ്ട് അല്ലേ. 10 ദിവസം മുമ്പ് ഫോണിൽ സംസാരിച്ചിരുന്നു എല്ലാവരും. എന്താണ് വേറെ കുറേ പേഴ്സണൽ കാര്യങ്ങൾ, അതുണ്ട്, അതെപ്പോഴും ഉണ്ട്. പേഴ്സണലിയും വളരെ അടുത്ത അല്ലേ, കുടുംബമായിട്ടും ഒക്കെ വളരെ ആണ്. ശരി. ഓക്കെ, എനിക്കറിയാം ഇതുപോലെ തന്നെയാണ് വിജയിയായിട്ടും ഭയങ്കര ഒരു അല്ലെങ്കിൽ വിജയായിട്ടും ഉണ്ട്. വിജയുടെ ആദ്യത്തെ ഫ്രണ്ട് വൈഫാണ്. അവർ ചെറുപ്പത്തിൽ ഒരേ ഡാൻസ് സ്കൂളും ഭരതനാട്യം പഠിക്കുമ്പോൾ ഇതൊക്കെ ഒരുമിച്ചാണ്. ഇതൊക്കെ ചെറുപ്പം കേട്ടാ. ഇതൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ മുന്നോട്ട് പോകും, പിന്നെ അതൊക്കെ മറന്നു പോകും. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഓർത്തെടുത്ത് പറയാണ്. ഓൾ സെയിം. ലാൽ സാറിന് മടി കിടന്ന് ഉറങ്ങി ഈ കുറേ ഫണ്ണി മൂമെന്റ്സ് എൻ്റെ ലൈഫിൽ. മോഹൻലാൽ സാറിൻ്റെ കമൽഹാസൻ സാറിൻ്റെ അങ്ങനെ ഇഷ്ടംമാതിരി പേരുണ്ട്. ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്ത് എനിക്ക് കുറേ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇഷ്ടംമാതിരി ആക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ കണ്ട് അവരുടെ കൂടെ ഗെറ്റിംഗ് ആൻ അറ്റാച്ച്മെൻറ്റ് ടു ദം. ഓക്കെ, അത് പിന്നെ അവരുടെ കൂടെ തന്നെ ആക്ട് ചെയ്യുക. സോ അങ്ങനെ ഒരു ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ടത് ആറാട്ടിലാന്ന് തോന്നുന്നു അല്ലേ, മോഹൻലാലേട്ടനുമായിട്ട് കാലെ പിടിച്ച് നിലത്തടിക്കുന്ന ഒരു സീന്. ഒരു കുറച്ചൊരു ഏജ് കഥാപാത്രമാണല്ലോ അല്ലേ? ഏജ് കഥാപാത്രമാണ്. പക്ഷെ അതിലേക്ക് പിന്നെ സ്ക്രിപ്റ്റ് മാറിപ്പോയി. ഇപ്പോൾ പ്രണ്ടകാരൻ്റെ സിനിമ വന്ന സിനിമ കഴിഞ്ഞു പോയി. അത് വേറൊരു സംഭവമായിരുന്നു. പിന്നെ അങ്ങനെ അത് പോയി. ഓക്കെ.
നമ്മുടെ മലയാളത്തിലായാലും ഡബ് ചെയ്യുന്ന ചേട്ടൻ തന്നെയാണ്? ഞാൻ തന്നെയാണ്. ഓക്കെ. അത് നിർബന്ധം ഉണ്ടായിരുന്നു ആദ്യം മുതലേ? കാരണം ബാലേട്ടനെ ആ സൗണ്ട് മോഡുലേഷനൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു. ബാലേട്ടൻ ഞാനല്ല ഡബ് ചെയ്തത്, അല്ല, ബാലേട്ടൻ ശോഭിയാണ്. ഓക്കെ ഓക്കെ. ബാലേട്ടൻ ശോഭിയാണ്. പക്ഷേ ബാലേട്ടൻ ചെയ്യുമ്പോൾ എൻ്റെ മലയാളം ഇപ്പോഴും കറക്റ്റല്ല മലയാളം, പക്ഷെ അന്ന് മലയാളം തീരെ ഇല്ല. ഓക്കെ, തീരെ ഇല്ല. സോ പക്ഷേ ഭദ്രൻ എവിടെ നിന്നോ വരുന്ന ആളാണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യായിരുന്നു. പക്ഷേ മലയാളം ക്ലിയർ മലയാളം പറയുന്ന കാരണം കൊണ്ട് അത് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ വേഷം പോലും മാറി. ജലോത്സവമാണ് സിബി സാറ് ഡബ് ചെയ്യിക്കുന്നത് തന്നെ. ഓക്കെ ഓക്കെ. കൊണ്ട് വെച്ച് അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് ഇഷ്ടംപോലെ സിനിമകളായാലും ഇപ്പം എല്ലാ സൂപ്പർ സ്റ്റാർക്കും ഒപ്പം വെച്ച് മമ്മൂക്ക, മോഹൻലാൽ, സുരേഷ് ഏട്ടൻ, അല്ലെ ജയറാമേട്ടൻ, ദിലീപേട്ടൻ, പുതിയ ആൾക്കാർക്ക് വരെ ഒപ്പം അഭിനയിച്ച് എല്ലാവരും അടികൂടിയിട്ടുണ്ട്. എല്ലാ ഭാഷ എല്ലാവരും അടികൂടിയിട്ടുണ്ട്. ഈ അടികൂടിയ കാര്യം പറഞ്ഞപ്പോഴാണ് എന്തെങ്കിലും പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടോ? അതായത് എന്തായാലും പറ്റും, കാരണം ശരീരവേദന ഉണ്ടാവും. ഇത് എങ്ങനെ വാങ്ങുന്ന വെച്ചാൽ എല്ലാവർക്കും ഡ്യൂപ്പ് കാണും. എൻ്റെ ഡ്യൂപ്പ് കിട്ടാൻ വലിയ പാടാണ്. എൻ്റെ ശരീരരീതിക്ക് ഡ്യൂപ്പ് കിട്ടാൻ വലിയ പാടാണ്, ഭയങ്കര പാടാണ്. പിന്നെ ഈ ഓൾമോസ്റ്റ് എല്ലാ മാസ്റ്റേഴ്സിനും അറിയാം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റണ്ടും ചെയ്യുമെന്നറിയാം. അപ്പോൾ ഞാനാണെങ്കിൽ അത് ചെയ്തും പോവും. നോ എന്ന് പറയുന്ന സംഭവമില്ല നമുക്ക്, ഞാൻ ചെയ്തും പോവും. അങ്ങനെ വലിയ ഫ്രാക്ചറൊന്നും ഇല്ല, എന്നാലും ഒരു 9 ഫ്രാക്ചർ ഉണ്ട്. ഒരു 9 ഫ്രാക്ചർ ഉണ്ട്, ഈ കൈ ഉൾപ്പെടെ. ഈ കൈ വളഞ്ഞിരിക്കുന്നുണ്ടോ? നമുക്ക് കൈ ചൂണ്ടി സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ മാറ്റിക്കളയുമ്പോൾ ആക്ഷനൊക്കെ മാറും, ഇങ്ങനെയാവും. അയ്യോ ഇങ്ങനെയൊക്കെ കാണിക്കും. നീ അപ്പൊ ഇന്ന് പുതിയ സ്റ്റൈൽ കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ആയി ലെഫ്റ്റ് ഹാൻഡ്. സോ ഇതൊക്കെ ഫ്രാക്ചറാണ്. ഇത് രണ്ട് എന്തെങ്കിലും മേജർ അല്ലെങ്കിൽ വലിയൊരു അപകടം പറ്റിയ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? വലിയ ഉണ്ടാവില്ല, ഓർമ്മയില്ലാതെ തന്നെ ഇരിക്കും. അപകടമല്ല, ഇത് സെർവിക്കൽ 6, ഈ ഹിപ്പ് 2 ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അത് ഏത് സിനിമയുടെ ഇതായിരുന്നു? ഇത് ആഗം എന്നൊരു തമിഴ് സിനിമയിൽ. ഓക്കെ, മാറിപ്പോയിട്ടുണ്ട്. ഈ മുട്ടി ഇപ്പുറത്തിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ കാൽപാദം നേരെ നിൽക്കുന്ന പാദം ഇങ്ങനെ ആയി പോയിട്ടുണ്ട്, ഇങ്ങോട്ട് ആയിട്ടുണ്ട്. അങ്ങനെ 12 ഒരു ഇതുണ്ട്. മലയാളത്തിൽ ഏത് സിനിമ സംഭവിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്? അങ്ങനെ നാടോടി മന്നനുണ്ട്. അതൊരു പോലീസ് കഥാപാത്രം. എന്തൊരു സംഭവിച്ചതിനകത്തപ്പം? നാടോടി മന്നന്റെ ഈ കൈയിൻ്റെ കൂടെ മസിൽ വെട്ടിപ്പോയി, റോപ്പ് വർക്ക് ചെയ്തിട്ടാണ്. റോപ്പ് വർക്ക് വലിച്ചത് തെറ്റിപ്പോയി, വലിച്ച് തെറ്റിപ്പോയി. ഈ ഇപ്പം ഈ നാടോടി മന്ന സമയത്ത് അപ്പം ദിലീപേട്ടനൊക്കെ ഓടി വരുമോ? പിന്നെ ഈ കാല് ആംഗിൾ തിരിഞ്ഞത് ലൈനല്ല, സോറി, ജൂലൈ 4 ജൂലൈ 4 നമ്മൾ ഇടുക്കിയിൽ ഒരു മലയുടെ ചെറിയൊരു ചരിവിൽ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരും, ഞാൻ ദിലീപ് ബാക്കി 4 പേര് ഇങ്ങനെ ഓടി വന്ന് ക്യാമറ ഒരു മാരുതി വാൻ്റെ അകത്തു കൂടെ ഇങ്ങനെ വന്ന് ഓടി വന്ന് നിൽക്കണം. ഈ ഓടി വരുന്ന സമയത്ത് 2 കല്ലുണ്ടായിരുന്നു ഇങ്ങനെ. ഞാൻ അറിയുന്നില്ല കേട്ടോ, പിന്നീട് പറയണം. 2 കല്ലുണ്ട്. ഈ 2 കല്ലിൻ്റെ ഒരു കാല് കുടുങ്ങി. അപ്പോൾ ഓട്ടത്തിൽ ഞാനത് അറിയുന്നില്ല. അവിടെ നിന്ന് എടുത്തപ്പോൾ ഇതിങ്ങനെയായി. ഇത് വെച്ച് ഓടി വന്ന് എനിക്കറിയുന്നില്ല. വന്ന് കട്ട് എന്ന് പറഞ്ഞ് നിന്നപ്പോൾ ദിലീപ് ഇങ്ങനെ നോക്കിയിട്ടേ, റിയാസ് താഴത്തേക്ക് നോക്കല്ലേ എന്ന് പറഞ്ഞു. അവർ എന്താ താഴത്തേക്ക് നോക്കണ്ടെന്ന് പറഞ്ഞു ദിലീപ്. അപ്പോൾ കുര്യാക്കോസ് ഒരാളുണ്ട്, ഡ്രൈവറുണ്ട്. കുര്യാക്കോസ് പൊക്കിക്കോ എന്ന് പറഞ്ഞു. പൊക്കെന്ന് പറഞ്ഞ ആരാണ് ഇതിങ്ങനെ തൂങ്ങി കിടക്കണം. അത് വെച്ചാണ് ഓടിയത്. അത് വെച്ച് ഓടിയതില്ല, ബാക്കി ഫുൾ സിനിമ അതുകൊണ്ടായിരുന്നു. ഈ കാലിങ്ങനെ ആക്കി വെച്ച് ഈ കാല് കെട്ടി വെച്ചിട്ടായിരുന്നു ബാക്കി ജൂലൈ നാളുള്ള എല്ലാ ഫൈറ്റ് സീക്വൻസും എല്ലാ പടവും ചെയ്തത്. ജോയ് സാർ അപ്പോൾ ചോദിക്കും, മോനെ, ഞാൻ പറഞ്ഞു സാർ കുഴപ്പമില്ല സാർ, എടുക്കുക, വേദന ഉണ്ടെന്ന് അറിയാം, ചെയ്യാൻ പറ്റുമെന്ന് അറിയാം, ചെയ്യാം സാർ. ഓക്കെ, ഇനിയിപ്പം നമ്മൾ പുതിയ സിനിമ ഇപ്പം എറണാകുളത്ത് വന്നത് നാദിർഷയുടെ സിനിമകളിലേക്കാണ്. അത് നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു കഥാപാത്രം നമ്മൾ കാണാൻ പോകുന്നത്. ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആണ്. ഇനിയിപ്പോൾ ഏതാ വരാൻ പോകുന്നത് ചെയ്യാനുള്ളത്? ഞാൻ മലയാളത്തിൽ 2 പടം റിലീസിന് കിടക്കുകയാണ്. ഒന്ന് ശരത് അപ്പാണി ഞാനും ചെയ്തത് ഒരു പടമുണ്ട്, തമിഴിലൊക്കെ പ്രഭുദേവന്റെ പടമുണ്ട്. രജനി സാറിൻ്റെ മോള് ചെയ്യുന്നൊരു വെബ് സീരീസ് ഉണ്ട്, അതുണ്ട്, അത് നടപ്പുണ്ട്. കന്നഡയിലെ 2 നടപ്പുണ്ട്. എല്ലാം കൂടി പറഞ്ഞ മലയാളം. അതെ, ഒരുപാട് സിനിമകളുണ്ട്. നമുക്ക് ഒരുപാട് സസ്പെൻസുകളൊക്കെ ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. പുതിയ കഥാപാത്രങ്ങളൊക്കെ പുതിയ വേഷപ്പകർച്ചകൾ ഉണ്ടാവട്ടെ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ത്യ ഗ്ലിറ്റ്സ് പ്രേക്ഷകർക്കൊപ്പം ഒരുപാട് നേരം സംസാരിച്ചു, ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. അങ്ങോട്ട് താങ്ക് യു ഇന്ത്യ ഗ്ലിറ്റ്സ്. ഓക്കെ, ശരി, അപ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.